Dear students, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് എന്താണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മൾ വൈൻഡിങ് അപ്പ് വോളണ്ടറി വൈൻഡിങ് അപ്പ് രണ്ട് രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, രണ്ട് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030 ഈ ഒരു ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്? ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ഡൺ ബൈ ഇൻസോൾവെന്റ് കമ്പനീസ്. ഇൻസോൾവെന്റ് കമ്പനീസ് ആണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാറുള്ളത്. The important provisions, creditors voluntary winding up ന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയറുകളാണ് ക്രെഡിറ്റേഴ്സ് voluntary winding up ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനി മസ്റ്റ് കോൾ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. കമ്പനി ആദ്യം എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. ദെൻ നോട്ടീസ് ഓഫ് മീറ്റിംഗ് സെൻഡ് ടു ഓൾ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ എല്ലാ ക്രെഡിറ്റേഴ്സിനും മീറ്റിംഗിന്റെ നോട്ടീസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നൽകിയിരിക്കണം. മൂന്നാമത് പറയുന്നു, ഡയറക്ടേഴ്സ് ഷാൾ പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദെയർ ക്ലെയിംസ് ആൻഡ് പ്രസന്റ് ദം ടു ദി മീറ്റിംഗ്. ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയിലുള്ള ഡയറക്ടേഴ്സ് നിർബന്ധമായിട്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ അവരുടെ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകളുടെ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗിൽ വെച്ച് ഡയറക്ടേഴ്സ് അക്കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യണം. നാലാമതായി, ബോർഡ് അപ്പോയിന്റ് വൺ ഡയറക്ടർ ടു പ്രിസൈഡ് ഓവർ മീറ്റിംഗ്. മീറ്റിംഗിനെ അധ്യക്ഷത വഹിക്കാൻ അല്ലെങ്കിൽ മീറ്റിംഗിന് നേതൃത്വം നൽകാൻ വേണ്ടി ഒരു ഡയറക്ടറെ ബോർഡ് എന്ത് ചെയ്യണം? പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. Then pass resolution for voluntary winding up of company. ക്രെഡിറ്റേഴ്സിന്റെയും മെമ്പേഴ്സിന്റെയും മീറ്റിംഗ് ഒരുമിച്ച് വിളിച്ചു ചേർത്തതിന് ശേഷം അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? റെസൊല്യൂഷൻ പാസ്സാക്കണം. വോളണ്ടറി വൈൻഡിങ് അപ്പ്, കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? അതിൽ വെച്ചിട്ട് പാസ്സാക്കണം. Then copies of resolution are to be filed to the registrar within 10 days of passing resolution. അത്തരത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിൽ വെച്ചിട്ട് പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷന്റെ കോപ്പി മീറ്റിംഗ് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനിയുടെ രജിസ്ട്രാറുടെ മുന്നിൽ എന്ത് ചെയ്യണം? ഫയൽ ചെയ്തിരിക്കണം. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത്തരത്തിൽ റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കി രജിസ്ട്രാറിന്റെ മുന്നിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്? ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് കമ്പനിയുടെ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അത്തരത്തിൽ ലിക്വിഡേറ്റർ കമ്പനിയുടെ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ദെൻ ഫൈനൽ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അതിനുശേഷം ഫൈനലായിട്ട് മെമ്പേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? വോളണ്ടറി ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, വൈൻഡിങ് കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യും. Then next we will discuss about powers and duties of liquidator in voluntary winding up. വോളണ്ടറി വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഒരു ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടീസും പവേഴ്സുകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി പറയുന്നത്, സെറ്റിൽ ദി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. കമ്പനിയുടെ കോൺട്രിബ്യൂട്ടറീസിന്റെ ലിസ്റ്റും കാര്യങ്ങളും എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം. ആരാണ് കോൺട്രിബ്യൂട്ടറി? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് കമ്പനിയുടെ വൈൻഡ് അപ്പിന്റെ സമയത്ത് കമ്പനിയുടെ അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കോൺട്രിബ്യൂട്ടറീസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം. ദെൻ അടുത്തതായി പറയുന്നു, മസ്റ്റ് കോൾ ജനറൽ മീറ്റിംഗ് ഓഫ് കമ്പനി. കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. വോളണ്ടറി വൈൻഡിങ് അപ്പിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഇത്തരത്തിൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അതിന്റെ ഡ്യൂട്ടിമാർക്കാണ് ഒരു ലിക്വിഡേറ്റർക്കായിരിക്കും. ദെൻ മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രോപ്പറായിട്ട് റെഗുലർ ആയിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആര് ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ആർക്ക് ഡ്യൂട്ടി ഉണ്ട്? ഒരു ലിക്വിഡേറ്റർക്ക് ഡ്യൂട്ടി ഉണ്ട്. ദെൻ പറയുന്നു, പ്രിപ്പയർ ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫയൽ ടു ദി രജിസ്ട്രാർ. എന്ത് ചെയ്യണം? ക്വാർട്ടർലി കമ്പനിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കണം. എന്നിട്ട് അത് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യണം? ഫയൽ ചെയ്ത് കൊടുക്കണം. ദെൻ പറയുന്നു, ടു പേ ദി ഡെപ്റ്റ് ഓഫ് കമ്പനി. കമ്പനിയുടെ ഡെപ്റ്റും കാര്യങ്ങളും വീട്ടിൽ തീർക്കാനുള്ള ഡ്യൂട്ടിമാർക്കുണ്ട്, ലിക്വിഡേറ്റർക്ക് ഉണ്ട്. കാരണം ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്
ചെയ്യുന്നത് ലിക്വിഡേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടു പേ ദി ഡെപ്റ്റ് ഓഫ് കമ്പനി, കമ്പനിന്റെ ഡെപ്റ്റ് പേ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഒരു ലിക്വിഡേറ്റർക്ക് ഉണ്ട്. പിന്നെ പറയുന്നു ഹി ഷാൾ ഒബ്സർവ് ഡ്യൂ കെയർ ആൻഡ് ഡിലിജൻസ് ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ലിക്വിഡേറ്റർ അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നല്ല കെയറും അതുപോലെ തന്നെ വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഒരു ലിക്വിഡേറ്റർ വളണ്ടറി വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഒരു ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പവേഴ്സ് എന്ന് പറയുന്നത്. Then next, consequences of winding up. വൈൻഡിങ് അപ്പിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി പറയുന്നത് ദ കമ്പനി സീസസ് ടു ക്യാരി ഓൺ ദി ബിസിനസ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതോടുകൂടി ഒരു കമ്പനിയുടെ ബിസിനസ് അവസാനിക്കും. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന പ്രൊസീജിയർ തുടങ്ങുന്നതോടുകൂടി എന്ത് ചെയ്യും? ആ കമ്പനിയിൽ നടന്നുകൊണ്ടിരുന്ന ബിസിനസ് അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. ദെൻ രണ്ടാമതായി പറയുന്നു പവർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു സീസ്. എന്ത് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവസാനിക്കും. പിന്നെ ആർക്കാണ് പവർ ഉണ്ടാകുക? ലിക്വിഡേറ്റർക്കാണ് പവർ ഉണ്ടാകുക. വൈൻഡിങ് അപ്പിന്റെ സമയത്ത് വൈൻഡിങ് അപ്പിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അസറ്റ്സുകൾ റിയലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും എമൗണ്ടും കാര്യങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും പിന്നെ ലീഗൽ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ലിക്വിഡേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവർ എന്ത് ചെയ്യും? അവിടെ അവസാനിക്കും. ദെൻ മൂന്നാമതായി പറയുന്നു നോ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് നോ ആൾട്ടറേഷൻ ഓഫ് സ്റ്റാറ്റസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയിലുള്ള മെമ്പേഴ്സിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും ആൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനിയിലുള്ള ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കില്ല. പിന്നെ ഡിസ്ചാർജ് ഓഫ് എംപ്ലോയീസ്. അത്തരത്തിൽ വൈൻഡിങ് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ അവിടെ നിന്ന് പിരിച്ചുവിടണം. എംപ്ലോയീസിനെ പിന്നെ അവിടെ നിന്ന് പിരിച്ചുവിടും. പിന്നെ എംപ്ലോയീസിന് ഒരു കമ്പനിയിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. ദെൻ അടുത്ത് പറയുന്നു ഡോക്യുമെന്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഡോക്യുമെന്റ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഡോക്യുമെന്റുകളിലൊക്കെ എന്ത് പറയണം? അറിയിക്കണം. ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നൽകിയിരിക്കണം. ദെൻ അടുത്ത് പറയുന്നു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇനി കമ്പനിയുടെ അസറ്റുകൾ ലിക്വിഡേറ്റർ പേ ചെയ്യുന്ന സമയത്ത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ആദ്യം കൊടുക്കാനുള്ള പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം? സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. ദെൻ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അസറ്റ്സുകൾ കൊടുത്തതിന് ശേഷം അവരുടെ ഡെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം ആരുടെ ഡെപ്റ്റുകൾ ക്ലിയർ ചെയ്യണം? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ ഡെപ്റ്റുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. ഇതൊക്കെയാണ് കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ്. Then dissolution of company. എന്താണ് dissolution of company? It means the stage when company ceases to exist. കമ്പനി, ഒരു നിലവിലുള്ള കമ്പനി അവസാനിച്ചു പോകുന്ന സ്റ്റേജ് ആണ് എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു സംശയം ഉണ്ടാവും, എന്താണ് ഡിസൊല്യൂഷനും വൈൻഡിങ് അപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. കമ്പനി അവസാനിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? അസറ്റുകൾ റിയലൈസ് ചെയ്യും, ലാബിലിറ്റി കാര്യങ്ങളൊക്കെ വീട്ടിൽ തീർക്കും, അതുപോലെ തന്നെ ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എല്ലാവരുടേതും ഡെപ്റ്റ് അസറ്റ്സുകളൊക്കെ വിറ്റിട്ട് ഡെപ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? വീട്ടിൽ തീർക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ഷെയർ ഹോൾഡേഴ്സിനും മറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് എന്ത്? വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് അവസാനിക്കുന്ന ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പ് ഈസ് ദി ലീഗൽ പ്രോസസ്. വൈൻഡിങ് അപ്പ് ഒരു ലീഗൽ പ്രോസസ് ആണ്. എന്നാൽ ഡിസൊല്യൂഷൻ ഈസ് ദി എൻഡ് റിസൾട്ട്. ആ ലീഗൽ പ്രോസസിന്റെ എൻഡ്, അവസാനത്തെ ഫലം എന്ന് പറയുന്നത് അതെന്തായിരിക്കും? കമ്പനിയുടെ ഡിസൊല്യൂഷൻ ആയിരിക്കും. കമ്പനി അവസാനിക്കുന്ന സ്റ്റേജ് ആയിരിക്കും. അത്തരത്തിൽ ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദ സ്റ്റേജ് വെൻ കമ്പനി സീസസ് ടു എക്സിസ്റ്റ്. കമ്പനി നിലവിൽ നിന്ന് അവസാനിക്കുന്ന സ്റ്റേജിനെയാണ് എന്ത് പറയുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.